കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. 5 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഹൃദയം സ്വീകരിച്ച് കുമരകം സ്വദേശി അരുണിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഇറക്കി. ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ടോബി, നേരത്തെ അനൂപ് പറഞ്ഞ പോലെ തന്നെ വളരെ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു വാർത്തയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് അരുണിന്റെ? അനൂപ്, എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ആദ്യത്തെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ, അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാഥമിക പരിശോധനകളെല്ലാം തന്നെ തൃപ്തികരമാണെന്നുള്ള വിവരം തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പോലും ഇനിയും നിരീക്ഷണം വേണ്ടതുണ്ട്, പരിശോധനകൾ വേണ്ടതുണ്ട്. അപ്പോൾ അതിന് സമയമെടുക്കുമെന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ ആ പരിശോധനകൾ മാസങ്ങളോളം നീണ്ടുപോയേക്കാം. കാരണം ഇത്രയും വലിയൊരു ശസ്ത്രക്രിയ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ചികിത്സാ പ്രൊസീജിയറുകളുണ്ട്. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രാഥമികമായി, അതായത് ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ആ പ്രക്രിയ അത് പൂർണ്ണമായും വിജയകരമായി എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇന്നലെ ഏകദേശം 3 മണിയോടുകൂടിയാണ് ഈ ശസ്ത്രക്രിയ ആരംഭിച്ചത്. ഡോക്ടർ കെ ജയകുമാർ, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട സൂപ്രണ്ടാണ്, പ്രധാനപ്പെട്ട കാർഡിയോളജി തൊറാസിക് വാസ്കുലർ സർജറി വിഭാഗത്തിന്റെ മേധാവിയാണ്. ശരി ടോബി, എന്തായാലും വളരെ ആശ്വാസം നിറഞ്ഞൊരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ വന്നത്. എന്തായാലും രാവിലെ തന്നെ സന്തോഷം നിറയുന്ന, ആശ്വാസം തരുന്ന ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.